കഴിഞ്ഞ ദിവസത്തെ മലപ്പുറത്തൊരു വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു ആട്ടിന്റെ തല അറുത്തിട്ട് അതും തൂക്കി പിടിച്ചിട്ടാണ് ലീഗുകാര് വിജയാഘോഷം നടത്തിയത്. എന്തിന്റെ പേരിലായാലും, എന്ത് സമരത്തിന്റെ പേരിലായാലും, എന്ത് ആഘോഷത്തിന്റെ പേരിലായാലും ഒരു മിണ്ടാപ്രാണിയുടെ തല അറുത്ത് പിടിച്ച് അതും തൂക്കി പിടിച്ചിട്ട് സമരം നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതും തൂക്കി പിടിച്ചിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുക, ആ ചോര ഇറ്റി വീഴുന്ന ആ ഒരു മിണ്ടാപ്രാണിയുടെ തലയും തൂക്കി പിടിച്ചിട്ട് ആഹ്ലാദ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായ തൊലിക്കെട്ടി വേണം കേട്ടോ. സത്യം പറയട്ടെ, നിങ്ങൾക്ക് അപാരമായ തൊലിക്കെട്ടി വേണം. ഇനി ഇതിന്റെ വേറെ കുറച്ച് സംഗതികളൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തില് നിങ്ങൾക്കറിയാം, ഇവിടെ കുറെ സംഖ്യകളുണ്ട്. അല്ലെങ്കിൽ ഇത് കാണണ്ട, തീവ്ര ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ തീവ്ര ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ചില ആളുകളൊക്കെ പറഞ്ഞു വയ്ക്കുന്ന കാര്യം പച്ചയ്ക്ക് പറഞ്ഞുതരാം. അതിങ്ങനെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളൂ. പലപ്പോഴും ഇവർ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ കാക്കമാരെ കുറിച്ച് പറയുന്നത് ഇവർക്ക് ഈ അറവൊക്കെ പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് മനുഷ്യന്മാരെ തല കൊയ്യാനും ഇവർക്കൊരു മടിയുണ്ടാവില്ല. ചോര കണ്ട അറപ്പ് മാറിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നോക്കൂ, പലപ്പോഴും ഇവിടെ നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട്, മുസ്ലിങ്ങളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയാണെന്ന് ഇത്. അതൊരു രീതിയാണ്. നിങ്ങൾ അത് വേറെ എന്ത് വിചാരിച്ചും കുഴപ്പമില്ല. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, ഞാൻ ഇങ്ങനെ തീവ്ര ഹിന്ദുമത വിശ്വാസി ഒന്നല്ല, ഞാൻ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഇടതുപക്ഷം വിജയിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഗംഭീരമായിട്ട് അടപടലം മൂഞ്ചി പരാജയപ്പെട്ടു പോയി. അത് അംഗീകരിച്ച് മിണ്ടാതെ കുത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കില്ല, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് സംഖ്യകൾ എന്ന് പറയുന്ന പല ആളുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് ആൾക്കാരെ കഴുത്ത് അറക്കാനൊന്നും ഒരു മടി ഉണ്ടാവില്ല. കാരണം അവർ പോത്തിൻ്റെ ആടിൻ്റെ കഴുത്തൊക്കെ അറുത്തറുത്തിട്ടേ അവർക്ക് ചോരയുടെ മണക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അവർക്ക് അറപ്പ് മാറിണ്ടാവും കഴുത്തറക്കാൻ. അപ്പോൾ അവരാവശ്യം വന്ന് ഒരു മടിയും കൂടാതെ മറ്റുള്ളവരെ കഴുത്തറക്കും എന്ന് പറയുന്ന ആ ഒരു ടീമിനെ കുറിച്ച്, ആ ഒരു ടീമിനോട് അല്ലെങ്കിൽ ആ ടീമിന് വീണ്ടും വീണ്ടും ആ സംഗതി ബോധ്യമാക്കുന്ന രീതിയിൽ, കണ്ടില്ലേ ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ? ഒന്ന് വിജയിച്ചപ്പോൾ തന്നെ ഇവന്മാർ ഇങ്ങനെയൊക്കെ തുടങ്ങി. ആടിൻ്റെ പോത്തിൻ്റെ ഒക്കെ തല അറുത്തിട്ട് ഒരു മടിയും കൂടെ റോട്ടുമുരുടെ അതും പിടിച്ച് നടക്കാൻ തുടങ്ങി എന്ന് ഇപ്പോൾ സംഖ്യകൾ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ സംഖ്യകളെ കൂടുതൽ സംഖ്യകളാക്കാനും അല്ലെങ്കിൽ ആ സംഖ്യകളായിട്ടുള്ള ആളുകളിലേക്ക് ആളുകൾ എത്തിക്കാനുമാണ് ഇത്തരത്തിലുള്ള സംഗതികൾ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുള്ളൂ എന്നുള്ളതാണ്. ഇത് അതിനൊരു ഗുണമാണെന്ന്. നിങ്ങൾ വളം വെച്ച് കൊടുക്കുകയാണ്. ഒരു മടിയും കൂടാതെ നിങ്ങളിത് വളം വെച്ച് കൊടുക്കുക. എനിക്ക് മനസ്സിലാവാത്ത ഒരു നേതാവും ഇല്ല അവിടെ. ഞാൻ വിചാരിച്ച ആദ്യം ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് മറ്റാളത് എടുത്ത് വാങ്ങിക്കുന്നു. ഒരു നേതാക്കളില്ലേ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് മോശമാണ്, ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ശരിയല്ല എന്ന് പറയാൻ ഒരാളുമില്ലേ. ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഭാഗ്യത്തിന് സുഹൈർ ഉസ്താദ് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. ഒരാളെങ്കിലും ഉണ്ടായല്ലോ ഇതിനൊക്കെ എതിർക്കാൻ. വെറുത്തു പോകുന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ്. നിങ്ങൾ ഇനി ഉസ്താദ് പറയുന്നു കേൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രതിഷേധമാണ്! വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യം വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന, നമ്മൾ ഉത്തമ സമുദായത്തിന്റെ വാക്താക്കൾ എന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഇത് കണ്ടില്ലേ? അദ്ദേഹം കൃത്യമായിട്ട് BJP തന്നെയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. BJP 3 സ്ഥലത്ത് വിജയിച്ചു. അപകടമാണ്. എന്നെ സംബന്ധിച്ച്, ഒരു ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളെ സംബന്ധിച്ച് അത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമെന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്നൊന്ന് മനസ്സിലാക്കൂ. സൂര്യുസ്താദ് പറഞ്ഞു നോക്കി, BJPക്കാർ ജയിച്ചു. അവരാരെങ്കിലും ഇത്തരത്തിൽ കണ്ടാൽ അറപ്പ് തോന്നുന്ന, ഭയം തോന്നിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് ബീഭത്സമായി തോന്നിക്കുന്ന എന്തെങ്കിലും തരത്തിലൊരു ആഹ്ലാദ പ്രകടനം ആ BJPക്കാർ നടത്തിയോ? ഇല്ലല്ലോ.
അപ്പൊ ഇവിടെ സീറ്റ് കിട്ടി, നിങ്ങൾ ജയിച്ചു, നിങ്ങൾ മുദ്രാവാക്യം വിളിക്കൂ, കഴിയുമെങ്കിൽ തോറ്റ ആൾക്കാരെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിച്ചോളൂ, അവരുടെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ആ ഒരു റോഡ് സൈഡിൽ പടക്കം പൊട്ടി ആഘോഷിച്ചോളൂ, ഒരു കുഴപ്പമില്ലെന്നേ. ഇതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ഇത് സഹിക്കേ മുടിയാതെ വേറെ ആരെങ്കിലും ചെയ്തു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എടാ, ഇതൊരു സഹോദര സമുദായത്തിൽപ്പെട്ട നോക്കുമ്പോൾ എന്താണ്, ഒരു മൃഗത്തിന്റെ ഈ ചോര പൊടിക്കുന്ന അതിന്റെ തല ഇങ്ങനെ വെട്ടിത്തൂക്കി നടക്കാൻ ചില്ലറ ഉളുപ്പും മനസ്സാക്ഷിയൊന്നും പോരാ. ചെയ്യരുത്, ഇത് ചെയ്യരുത്. ഞാനിപ്പോ വേങ്ങരയാണുള്ളത്. ഞാനിപ്പോ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയാണ്. പാണക്കാട് തങ്ങളുടെ പ്രസ്താവന 24-ന്റെ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കാൻ പാടില്ല എന്നാ. അപ്പൊ നിങ്ങൾ അച്ചടക്കമുള്ള അണിയാണെങ്കിൽ, ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ തങ്ങന്മാരെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കിന് നിങ്ങൾ മുഖവിലേക്ക് എടുക്കണ്ടേ? ഇതൊക്കെ അങ്ങേയറ്റം പൂർവ്വ പരിപാടിയാണ്. ഒരു സമൂഹത്തെ ജനങ്ങൾ വെറുത്തു പോകാൻ മാത്രം കാരണമാകും. നിങ്ങൾക്ക് വിളിച്ചാൽ കേട്ടേരിയിലെന്നല്ല, പലരോടും നമുക്ക് ശക്തമായി വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടാകുമ്പോൾ തന്നെ മുദ്രാവാക്യം, പ്രതിഷേധ സ്വരങ്ങൾ, ഫ്ലെക്സ്, കുറിപ്പൊക്കെ ആയിട്ട് അതൊക്കെ ഒരു മാനവിക മുഖത്തോടു കൂടി നമ്മൾ പ്രതിഷേധിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഇത് എന്താ പറയാ, ഇതൊന്നും ഒരു മാനവിക മുഖം ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ലെന്നേ. ഇതാ പറഞ്ഞ, ഇത് BJPക്ക് ആളെ കൂട്ടാൻ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വക്ക് ആളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഗുണം ചെയ്യുകയുള്ളൂ. ഈ ഒരു വീഡിയോ ഇനി ഏതെങ്കിലും കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പോവോ? ഇപ്പം ഞാനിതത് വീഡിയോ ചെയ്തിട്ടു, ഒരു ഉദാഹരണം നൽകിയത് അവിടെ കെടുക്കല്ലേ? എത്ര കാലം കഴിഞ്ഞാലും ലീഗ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് പ്രചരിപ്പിക്കപ്പെടില്ലേ? ഈ ലീഗ് പിള്ളേരെന്താ വിചാരിച്ച് ഇത് ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ മാത്രമാണ്? ജലീലിനെതിൽ പ്രതിഷേധമായിരിക്കും, ആയിക്കോട്ടെന്ന്. നിങ്ങളിത് എന്താ വിചാരിക്കുന്നത്? ഇത് ഇവിടെ മാത്രമാണ് പ്രചരിപ്പിക്കപ്പെടുന്ന? അല്ല, ഇത് നേരെ ഉത്തരേന്ത്യക്ക് പോവും. അവിടെയുള്ള ഹിന്ദി മാധ്യമങ്ങളെല്ലാം ഇത് എങ്ങനെയാണ് ഇത് ഉത്തരേന്ത്യയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇത് ഏത് രീതിയിലാണ് ഇതിന് വിഷവുമായിട്ട് കൊണ്ടെത്തിച്ചെന്ന് എനിക്കറിയില്ല. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ഇത് വാർത്തയായിട്ട് അവിടെ കറങ്ങി നടക്കും. നിങ്ങളെന്താ വിചാരിച്ചേ? ജലീലിനെതിരെ പ്രതിഷേധം തലയർത്ത് നടക്കുന്നു, ആയിക്കോട്ടെ, ഗംഭീര പ്രതിഷേധമാണ്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങ് ചിന്തിച്ചിരിക്കും. പക്ഷേ ഇതൊരു മാനവികതയില്ലാത്ത, ഒരു ജീവിസ്നേഹമില്ലാത്ത, ഒരു ഒരു വേറൊരു ജീവിയോടുള്ള ഒരു മമതയുമില്ലാത്ത, സത്യമാണ്. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് കണ്ണിനി പോയി. നമ്മൾ ഇതിന് മാംസം കഴിക്കാത്ത ആളൊന്നുമല്ല. ഞാൻ ഏത് മാംസം കഴിക്കുന്ന ആളാണ്. ബീഫും തേങ്ങ മാങ്ങ എല്ലാം കഴിക്കും. ഒരുപക്ഷെ ഈ പറയുന്ന മുസ്ലിങ്ങൾ കഴിക്കാൻ പറ്റാത്ത പന്നി അടക്കം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കുഴപ്പമില്ല, എൻ്റെ മുമ്പിലേക്ക് വെച്ച് ഞാൻ അതടക്കം തിന്നും. പക്ഷേ ഇത് നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനപ്പുറമായി പോയി. മൃഗത്തിന്റെ തലയും എടുത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾ ഇത് കാണുക, വെറുപ്പുണ്ടാക്കവർക്ക് ഇത്. അവർ വിചാരിക്കും ഇവനിക്കൊക്കെ എന്ത് മനസ്സാക്ഷിയാണെന്ന് വിചാരിക്കുക, ഇവനിക്കൊക്കെ എന്ത് കാരുണ്യം എനിക്കൊക്കെ ഉണ്ടാകുന്ന വെച്ച് ജനങ്ങൾ അർപ്പൊന്നും. ഇത് നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാ, സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇതിന്റെ കമന്റുകൾ കണ്ട, ഇതൊന്നും നമ്മുടെ കൗമിന് തന്നെ സഹിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് സഹിക്കുക. അതുകൊണ്ട് ഈ തീ വെറുപ്പുണ്ടാക്കുന്ന പണിക്ക് അവസാനിപ്പിക്കുന്നത് ശരിയല്ലത്. മുദ്രാവാക്യം വിളിച്ചോ, പ്രതിഷേധ സ്വരങ്ങൾ, പാട്ട്, ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ വെച്ചോ, പക്ഷേ ഇത്തരം പരിപാടികൾ ചെയ്യരുത്, ദയവ് ചെയ്യരുത്. നിങ്ങൾക്ക് തന്നെ മോശമാവത്. ആളുകൾ ഇങ്ങനെ സത്യമായിട്ടും ഉസ്താദ് പറയുന്നതിനൊപ്പം തന്നെ ഞാൻ നിൽക്കുന്നു. കാരണം ആരെങ്കിലും ഒരാൾ ആ ഒരു വിഭാഗത്തിൽ ഇത് പ്രതിഷേധിക്കാൻ ഉണ്ടാവണ്ടേ എന്ന് ഞാൻ ആലോചിച്ചു. ഏതെങ്കിലും ലീഗ് നേതാക്കൾ, ഇനിയിപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ലീഗ് നേതാക്കൾ അങ്ങനത്തെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് അത് വളരെ മോശമായി, അണികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമാണെന്നേ, അതിഗംഭീരമാണ്. KP ശശികലൊക്കെ ഇതിനെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിച്ചുണ്ടാക്കിയെന്നൊക്കെ കണ്ടറിയണം. ബബായ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ്, അല്ലേ? സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാണ്. ബായ്.